എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് സാധാരണ കൗതുകമുള്ള വാർത്തകളുടെ കൂടെ അധികം ആരും ശ്രദ്ധിക്കാതെ, എന്നാൽ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയൊരു വാർത്തയുണ്ട്. അതിപ്പോൾ എന്താ വെച്ചാൽ LDFൻ്റെ കൂടാരത്തു നിന്ന് ഓരോരുത്തരായിട്ട് പുറത്ത് ചാടുകയാണ്. ഈ ആസന്നമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് ഇങ്ങനെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ LDFനെ ശ്വാസം മുട്ടിച്ചിട്ട് ഈ ആളുകളൊക്കെ എന്തുകൊണ്ടാവും ഇങ്ങനെ പുറത്തേക്ക് പോകണമെന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഒരു റെജി ലൂക്കോസാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ LDFന് വേണ്ടി പലപ്പോഴും ഇടത് നിരീക്ഷകൻ എന്നൊക്കെ പേര് ചാർത്തിയിട്ട് ടി വിയിലൊക്കെ വന്ന് ചർച്ചകളിൽ പങ്കെടുക്കാറുള്ള ആൾ. CPMന് വേണ്ടിയിട്ട്, ഇടത് മുന്നണിക്ക് വേണ്ടിയിട്ടൊക്കെ സജീവമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ്, നിസ്സാരക്കാരനല്ല. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറുമാണെന്ന് പറയണു CPMൻ്റെ. എന്തായാലും അയാൾ CPM തന്നെ രാജിവെച്ചിട്ട് ഇപ്പം BJPയിലേക്ക് പോയി. അടുത്തത് വന്നത് ഒരു S രാജേന്ദ്രൻ. അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് 3 തവണ CPMൻ്റെ MLA ആയിട്ടുള്ള ആളാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ട്. ആ മനുഷ്യനെ ഇതാ ഇപ്പോൾ 2 തവണയായിട്ട് BJPക്കാരായിട്ട് ചർച്ചയൊക്കെ നടത്തിയിത്രേ. പോയിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാലിപ്പോൾ BJP ആയിട്ട് പോയിട്ട് ചർച്ചയൊക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ലല്ലോ. അതൊക്കെ ഒറ്റയ്ക്കുള്ള പോക്കത്. അപ്പോൾ ഒരു കൂട്ടത്തോട് കൂടിയിട്ട് പോക്കിൻ്റെ കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത്. LDFൻ്റെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ്, അതായത് ജോസ് കെ മാണി സാറിൻ്റെ സ്വന്തം മകൻ, അദ്ദേഹം അതിൻ്റെ ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് മൊത്തം ഈ LDFനോട് യാത്ര പറയണത്രേ. അപ്പോൾ ഈ LDF ഒരു വികസന ജാഥയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട്. അപ്പോൾ വടക്ക് നിന്ന് ഗോവിന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിൽ, തെക്ക് നിന്ന് ബിനോ വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ, മധ്യത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലും. അപ്പോൾ ജോസ് കെ മാണി ഇതിപ്പോൾ അറിയിച്ചു 2 ദിവസം മുമ്പ് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അപ്പോൾ ജാഥ ക്യാപ്റ്റനെ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളെ, അത്രേ വിചാരിച്ചുള്ളൂ. ഇപ്പോൾ ഇന്നത്തെയൊക്കെ ന്യൂസ് ജോസ് കെ മാണി ഇടതുപാളയെ അവസാനിപ്പിച്ച് ആൾ മെല്ലെ UDFനോട് ചേരാനുള്ള പരിപാടിയാണ് അത്ര. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ മാറിപ്പോവുക പറയുമ്പോൾ അത് 2-3 കാരണങ്ങളുണ്ടാവാം. ഒന്ന് LDFൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. മറ്റൊന്ന് ഈ ഒരു പച്ച പിടിക്കുന്ന സ്ഥാപനങ്ങൾ, വേറെ പ്രസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കി പോവുക. അവസരവാദികളെന്നൊക്കെ വരെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്ത് ഈ ആ മുന്നണിയിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ ആ മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ടും കൂടിയാണ്. നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. നമുക്ക് വല്ല മാറ്റങ്ങൾ വേണോ, നമ്മുടെ പ്രവർത്തനത്തിൽ വല്ല മാറ്റങ്ങൾ വേണമെന്ന് LDFൻ്റെ ആളുകളാണ് ചിന്തിക്കേണ്ടത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇതൊരു RJD വന്നൊരു ശ്രേയാംസ് കുമാർ നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. അദ്ദേഹം ഒരു ചെറിയ ആട്ടത്തിലാണെന്ന് കേൾക്കണു. അപ്പോൾ പോണവരൊക്കെ പോട്ടെ, ഉള്ളവരും മതി എന്നുള്ള പണ്ട് പറയേ, അങ്ങനെ ഒരു സദ്യയുടെ കാര്യത്തിൽ. പോയ ആളുകളൊക്കെ പോട്ടെ, വന്ന ആളുകൾക്ക് ഇലയിടുകയെന്ന്. അങ്ങനെ ഇലയിട്ട് അവസാനിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പോണവർ പോട്ടറേ, അങ്ങനെ വയ്ക്കാമല്ലേ.